നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടെങ്ങും നവരാത്രി ആഘോഷം, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും ചടങ്ങുകളും. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി, പ്രിന്റു മഹാദേവനെതിരെ കേസെടുത്തു. തൃശൂർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധി സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം മേജർ PG സ്റ്റൈജുവിന്. PDP ഫലസ്തീൻ ഐക്യദാർഢ്യ ദിന രാത്രങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി തുടക്കമിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. നാടെങ്ങും നവരാത്രി ആഘോഷങ്ങളിലാണ്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കുന്നു. ശരത്കാലത്ത് ആഘോഷിക്കുന്ന ഈ ഉത്സവം പ്രകൃതിയുടെയും സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെയും ആഘോഷം കൂടിയാണ്. വിഷു എന്നത് രാത്രിയും പകലും തുല്യമായി വരുന്ന ദിവസമാണല്ലോ. ഇത് പ്രകൃതിയുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. നവരാത്രിയുടെ ഈ സമയം കാർഷിക സമൂഹത്തിന് വിളവെടുപ്പ് പൂർത്തിയാക്കി പുതിയ വിത്തുകൾ വിതയ്ക്കുവാനുള്ള സമയമാണ്. ഐതിഹ്യങ്ങളിൽ ദുർഗാദേവി മഹിഷാസുരനെ നിഗ്രഹിക്കുന്നതിന്റെ കഥയുണ്ട്. ദുർഗയുടെ വിജയം അധ്വാനിക്കുന്ന ജനവിഭാഗം ശൂഷക ശക്തികൾക്കെതിരെ നേടിയ സാമൂഹിക വിജയത്തിന്റെ ജനകീയമായ ആവിഷ്കാരമാണ്. നവരാത്രിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള ചടങ്ങ് സരസ്വതി പൂജയും വിദ്യാരംഭവുമാണ്. വിദ്യാരംഭം എന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം കുത്തകയായിരുന്നല്ലോ. പുസ്തകങ്ങളും പണിയായുധങ്ങളും പൂജയ്ക്ക് വെച്ച് ആരാധിക്കുന്നത് അറിവിനെയും അധ്വാനത്തെയും ജനകീയവൽക്കരിക്കുന്ന ഒരു സാമൂഹിക ഇടപെടലാണ്. വിദ്യ എന്നത് സാമൂഹിക മാറ്റത്തിനുള്ള ഏറ്റവും വലിയ ശക്തിയാണ്. പണിയായുധങ്ങൾ പൂജയ്ക്ക് വെക്കുന്നത് അധ്വാനത്തെയും അത് സൂചിപ്പിക്കുന്ന മൂല്യങ്ങളെയും തിരിച്ചറിയുന്ന ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. നവരാത്രി എന്നത് പ്രകൃതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയുകയും അധ്വാനവും ഉൽപാദനവും അതുവഴി സാമൂഹ്യ പുരോഗതി നേടുകയും ചെയ്യുന്ന ഒരു ഉത്സവമാണ്. എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ നേരുന്നു. ആറാട്ടുപുഴ ശ്രീ ശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് പൂജവെപ്പ് നടന്നു. പ്രത്യേകം സജ്ജമാക്കിയ സരസ്വതി മണ്ഡപത്തിൽ ആറാട്ടുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഭക്തർ ശാസ്താവിനെ സമർപ്പിച്ച 200ഓളം കാഴ്ചക്കുലകൾ കൊണ്ട് സരസ്വതി മണ്ഡപവും ക്ഷേത്ര നടപ്പുരയും അലങ്കരിച്ചു. ക്ഷേത്രം മേൽശാന്തിമാരായ കൂറ്റമ്പിള്ളി മന പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട്ട് മന മോഹനൻ നമ്പൂതിരി തുടങ്ങിയവർ പൂജകൾക്ക് നേതൃത്വം നൽകി. വിവിധ ദേശങ്ങളിൽ നിന്നുമുള്ള ഭക്തർ പുരാണ ഗ്രന്ഥങ്ങളും വിദ്യാർത്ഥികളുടെ പാഠ്യപുസ്തകങ്ങളുമടക്കം സരസ്വതി കടാക്ഷത്തിനായി സരസ്വതി മണ്ഡപത്തിൽ സമർപ്പിച്ചു. സരസ്വതി ദേവിക്ക് 4 ദിവസങ്ങളിലായി നടക്കുന്ന എല്ലാ പൂജകളിലും ഭക്തർ അവിൽ, മലർ, ശർക്കര, കദളിപ്പഴം തുടങ്ങിയവയും സരസ്വതി മണ്ഡപത്തിൽ സമർപ്പിക്കും. വിജയദശമി ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം 10 മണിയോടുകൂടി സരസ്വതി പൂജയ്ക്ക് സമർപ്പിച്ച പുസ്തകക്കെട്ടുകൾ ഭക്തർ ഏറ്റുവാങ്ങും. ശാസ്താവിന് സമർപ്പിച്ച 200ഓളം കാഴ്ചക്കുലകളും ഭക്തർക്ക് പ്രസാദമായി നൽകും. വിജയദശമി ദിനത്തിൽ രാവിലെ 6:30 മുതൽ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ സമൂഹ അക്ഷരപൂജ നടക്കും. സരസ്വതി മണ്ഡപത്തിലെ പൂജയ്ക്ക് ശേഷമാണ് മുൻവശത്തെ വിളക്കുമാടത്തറയിൽ സമൂഹ അക്ഷരപൂജ നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ തെക്കേ വിളക്കുമാടത്തറയിലെ മണലിൽ ആദ്യാക്ഷര പുണ്യസ്മരണയിൽ പ്രായഭേദമന്യേ 100 കണക്കിന് ഭക്തർ ഒരുമിച്ച് ചേർന്ന് അക്ഷരമാല എഴുതും. 11 മണിവരെ സമൂഹ അക്ഷരപൂജ തുടരും. രാവിലെ സരസ്വതി പൂജയ്ക്ക് ശേഷം 6-നാണ് എഴുത്തിനിരുത്തൽ ആരംഭിക്കുക. വിദ്യാദേവനും സൂര്യവംശത്തിന്റെ കുലഗുരുവുമായ വസിഷ്ഠ സങ്കല്പമുള്ള ശാസ്താവിന്റെ തിരുനടയിലാണ് കുഞ്ഞോമനകൾക്ക് ഹരിശ്രീ കുറിക്കുക. ആചാര്യൻ കുട്ടികൾക്ക് സ്വർണമോതിരം കൊണ്ട് നാവിൽ ആദ്യാക്ഷരം കുറിച്ചതിനു ശേഷം ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ അക്ഷരമാലയും എഴുതിക്കും. ഉരുളിയിലെ ഉണക്കലരി കുട്ടികൾക്ക് പ്രസാദമായി നൽകും. ആറാട്ടുപുഴ വാര്യത്തെ രമേശ് വാര്യർ എഴുത്തിനിരുത്തുന്നതിന് നേതൃത്വം നൽകും. മണ്ണുത്തി മഹാത്മാ വായനശാലയിൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ നിർദ്ദേശാനുസരണം കാർഷിക ക്ലബ് രൂപീകരിച്ചു. കേരള കാർഷിക സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ സുഷമ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഉല്ലൂക്കര ബ്ലോക്കിന്റെ കാർഷിക സംഘടനയായ ആത്മയുടെ ചെയർമാൻ ഭാസ്കരൻ കെ മാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഉല്ലൂക്കര കൃഷിഭവന്റെ ജൈവ കൃഷി കൂട്ടായ്മയുടെ പ്രസിഡന്റ് ദാസൻ കാട്ടുങ്കൽ, കേരള കാർഷിക സർവകലാശാല റിട്ടയർഡ് ഫാം സൂപ്പർവൈസർ ഗോപി തറപ്പേൽ, വായനശാല രക്ഷാധികാരി ജോസ് പാലക്കാരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വായനശാല പ്രസിഡന്റ് KP ജോർജ് അധ്യക്ഷത വഹിച്ചു. ജോൺസൺ PO, അനിത ദേവാനന്ദ്,
സരസ രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാർഷിക ക്ലബിന്റെ ചെയർമാൻ ഭാസ്കരൻ കെ മാധവൻ, കൺവീനർ ദാസൻ കാട്ടുങ്ങൽ, ജോയിന്റ് കൺവീനർ ഗോപി തരപ്പിൽ തുടങ്ങിയവരെ യോഗം തിരഞ്ഞെടുത്തു. പ്രിന്റു മഹാദേവനെതിരായ കോൺഗ്രസ് ആരോപണങ്ങൾ അപഹാസ്യമെന്ന് ബി.ജെ.പി. ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നുവെന്ന് പറഞ്ഞ് കോൺഗ്രസ് പാർട്ടി ബി.ജെ.പിയുടെ എറണാകുളം മേഖലാ സെക്രട്ടറിയും ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യവുമായ പ്രിന്റു മഹാദേവനെതിരെ നടത്തുന്നത് നാണംകെട്ട രാഷ്ട്രീയമാണ്. അതിന്റെ പേരിൽ ബി.ജെ.പി. നേതാക്കന്മാരുടെ വീട്ടിൽ പോലീസിനെ വിട്ട് അതിക്രമം നടത്തുവാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോപകുമാർ പറഞ്ഞു. ബി.ജെ.പി. നേതാക്കന്മാരുടെ വീടുകളിൽ അന്യായമായി റെയ്ഡ് നടത്തിയ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. സിറ്റി ജില്ലാ കമ്മിറ്റി നടത്തിയ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ഇന്ന് നേരിടുന്ന വിവിധ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം പ്രതിപക്ഷത്തിന്റെ ഐക്യത്തിലുള്ള കുറവുകൊണ്ടും പരസ്പരമുള്ള നേതാക്കളുടെ പടലപ്പിണക്കങ്ങളും തമ്മിൽ തല്ലും സ്ത്രീ വിഷയവും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും നടത്തിക്കൊണ്ടിരിക്കുന്ന പൊറോട്ട നാടകത്തിന്റെ ഇരയാകുവാൻ പ്രിന്റു മഹാദേവനെ വിട്ടുതരുവാൻ ബി.ജെ.പി. തയ്യാറാവില്ല എന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബി.ജെ.പി. സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. ബി.ജെ.പി. മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറി പി.കെ. ബാബു, സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് സുധീഷ് മേനോത്തുപറമ്പിൽ, കർഷക ജില്ലാ പ്രസിഡന്റ് എ.ജി. രാജേഷ്, ജില്ലാ സെക്രട്ടറിമാരായ മുരളി കുളങ്ങാട്, പ്രവീൺ പി.പി. തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ രഘുനാഥ് സി മേനോൻ, അശ്വിൻ വാര്യർ, വിശ്വം എം.ആർ., മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജൻ, ജനറൽ സെക്രട്ടറി ഭാഗ്യരഥി ചന്ദ്രൻ, ജ്യോതി ലക്ഷ്മി, പ്രിയ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത കെ.സി.ബി.സി. മദ്യ ലഹരി വിരുദ്ധ സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന് മേജർ പി.ജെ. സ്റ്റൈജു അർഹനായി. ഒക്ടോബർ 2-ന് തൃശൂർ ബസിലിക്ക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മെൽബൺ രൂപതയുടെ എമിറേറ്റ്സ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ പുരസ്കാരം സമർപ്പിക്കും. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസറുമായ മേജർ പി.ജെ. സ്റ്റൈജു വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കിയ പുസ്തക ചങ്ങാത്ത പദ്ധതി പോലെയുള്ള പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. മാസ്റ്ററെ കൂടാതെ ഫാദർ അലക്സാണ്ടർ കുരിക്കൽ, ശില്പി ഡാവിഞ്ചി സുരേഷ്, റോസി പാറോക്കാരൻ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിക്കുമെന്ന് ഡയറക്ടർ ഫാദർ ദേവസി പന്തലുകാരൻ അറിയിച്ചു. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ കണ്ണിനും മനസ്സിനും ദൃശ്യവിരുന്നൊരുക്കി കനകവർണ്ണത്തിൽ കുലവാഴ വിധാനം. നവരാത്രി പ്രധാനമായും ആഘോഷിക്കുന്ന 108 ദുർഗാലയങ്ങളിൽ പ്രഥമഗണനീയ വലയാലയമായ ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ ദുർഗാഷ്ടമി ദിവസം ക്ഷേത്രത്തിന്റെ വലിയ ബലിക്കൽ പുരയിലും പടിഞ്ഞാറെ നടപ്പുരയിലും സരസ്വതി അകത്തെ മുൻവശത്തും കുലവാഴ വിധാനം നടത്തി. അക്ഷരത്തിനധിപയായ സരസ്വതി ദേവിയായും അഷ്ട ഐശ്വര്യ വരദാനിയായ ലക്ഷ്മി ദേവിയായും പരമശിവ വല്ലഭയായ പാർവതി ദേവിയായും വിളങ്ങുന്നതാണ് ഊരകം അമ്മ തിരുവടി. വലിയ ബലിക്കൽപുരയുടെയും പടിഞ്ഞാറെ നടപ്പുരയുടെയും സരസ്വതി അകത്തിന്റെയും മുകളിൽ കോടിമുണ്ടിൽ വർണ്ണക്കടലാസ് പൂക്കൾ കൊണ്ടും ദേവീചിത്രങ്ങൾ കൊണ്ടും അലങ്കരിച്ചിട്ടുണ്ട്. അതിന് താഴെയാണ് കുലവാഴ വിധാനം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ അലങ്കരിച്ചിട്ടുള്ള വലിയ ബലിക്കൽ പുരയുടെ മധ്യത്തിലാണ് വിദ്യാരംഭ ദിവസം ദേവി തിരുസന്നിധിയിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. കാർഷിക സമൃദ്ധിക്കും അഷ്ടൈശ്വര്യ ലബ്ധിക്കുമാണ് ഭക്തജനങ്ങൾ കുലവാഴകൾ ദേവിക്ക് സമർപ്പിക്കുന്നത്. ക്ഷേത്രോപദേശക സമിതി ഭക്തജനങ്ങളുടെ ഭവനങ്ങളിലെത്തി കുലവാഴകൾ പൂർണ്ണപിണ്ടിയോടെ ശേഖരിച്ച് ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിന്റെ രാജകീയ പ്രൗഢി വിളിച്ചോതുന്ന കിഴക്കേ ഗോപുരത്തിന്റെ അടിഭാഗത്തുള്ള പടുകൂറ്റൻ അറകളിൽ പിണ്ടിയോടെ പഴുപ്പിച്ചാണ് ദുർഗാഷ്ടമി ദിവസം ഉച്ചയോടെ കുലവാഴ വിധാനം നടത്തുന്നത്. വിജയദശമി ദിവസം കുലവാഴ സമർപ്പിച്ച ഭക്തർക്ക് വാഴപ്പഴ കുലകൾ പ്രസാദമായി നൽകുന്നു. വന്യജീവി വാരാഘോഷം ഒക്ടോബർ 2 മുതൽ 8 വരെ. വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിവിധ മത്സരങ്ങൾ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ പ്രവേശനം. ജില്ലയിലെ സംസ്ഥാന മ്യൂസിയം മൃഗശാലയിൽ ഒക്ടോബർ 2 മുതൽ 8 വരെ വന്യജീവി വാരാഘോഷം വിപുലമായി നടത്തുകയാണെന്ന് മൃഗശാല സൂപ്രണ്ട് അറിയിച്ചു. വിദ്യാർത്ഥികൾക്കും സന്ദർശകർക്കും വിവിധ മത്സരങ്ങളുണ്ട്. ഒക്ടോബർ 2 മുതൽ 8 വരെ കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ഒക്ടോബർ 2-ന് രാവിലെ 9-ന് മ്യൂസിയം മൃഗശാല ജീവനക്കാർക്ക് ഫോട്ടോഗ്രാഫി മത്സരം. ഒക്ടോബർ 3-ന് 10-ന് UP തലം മുതൽ കോളേജ് തലം വരെ വിദ്യാർത്ഥികൾക്ക് പ്രബന്ധരചന മത്സരം. ഒക്ടോബർ 4-ന് രാവിലെ 10-ന് ഹൈസ്കൂൾ വിഭാഗം, ഉച്ചയ്ക്ക് 2 മണിക്ക് +2 കോളേജ് വിദ്യാർത്ഥികൾക്കും ക്വിസ് മത്സരം.
ഒക്ടോബർ 5 രാവിലെ 10 LP മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ചിത്രരചനാ മത്സരം, രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ മ്യൂസിയം മൃഗശാല അങ്കണത്തിൽ ട്രഷർ ഹണ്ട്. ഒക്ടോബർ 8 രാവിലെ 11 സമാപന സമ്മേളനവും സമ്മാനദാന ചടങ്ങും നടക്കും. PDP ഫലസ്തീൻ ഐക്യദാർഢ്യ ദിനരാത്രങ്ങൾക്ക് ഇന്ന് തുടക്കമായി. ഒക്ടോബർ 1 മുതൽ 14 വരെയുള്ള ദിവസങ്ങളാണ് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമങ്ങൾ നടത്തുന്നത്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് തൃശൂർ കോർപ്പറേഷന് മുൻപിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്തി. ഇസ്രായേൽ ഭീകരരാഷ്ട്രത്തിന്റെ ഫലസ്തീൻ അധിനിവേശത്തിൽ നടക്കുന്ന വംശഹത്യയും സ്ത്രീകളെയും കുട്ടികളെയും കൊലപ്പെടുത്തി ഫലസ്തീനിൽ ഇനി ഒരു വംശം ഉണ്ടാകരുതെന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തിനെ ചുക്കാൻ പിടിക്കുന്ന ഇസ്രായേലിനെതിരെ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം നേർന്നുകൊണ്ട് PDP തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ ഐക്യദാരി സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PDP സംസ്ഥാന സെക്രട്ടറി മജീദ് ചാർട്ട് സംസാരിച്ചു. ജെൻസൺ ആലപ്പാട്ട്, നൌഷാദ് കക്കാട്, മുസ്തഫ പുലിക്കണ്ണി, അഫ്കലി ചാമക്കാല തുടങ്ങിയവർ നേതൃത്വം നൽകി. വാക്ക് ഇൻ ഇന്റർവ്യൂ. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 2024-25 സാമ്പത്തിക വർഷത്തെ ധനകാര്യ പത്രിക പരിഷ്കരിച്ച് തയ്യാറാക്കുന്നതിന് 3 മാസക്കാലയളവിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നു. പ്രവൃത്തി പരിചയവും കമ്പ്യൂട്ടർ അധിഷ്ഠിത BCom വിദ്യാഭ്യാസ യോഗ്യതയും അക്കൌണ്ടിംഗ് ആൻഡ് കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ദിവസവേതനാടിസ്ഥാനത്തിലായിരിക്കും നിയമനം. ഉദ്യോഗാർത്ഥികൾ പ്രവൃത്തി പരിചയം, യോഗ്യത എന്നിവ തെളിയിക്കുന്ന രേഖകൾ, ബയോഡേറ്റ എന്നിവയുടെ അസൽ സഹിതം ഒക്ടോബർ 4 രാവിലെ 11 മണി മുതൽ 3 മണി വരെ കോർപ്പറേഷന്റെ അക്കൌണ്ട്സ് വിഭാഗത്തിൽ സംഘടിപ്പിച്ച കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. ഫോൺ 0487 24 22 02. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ,
ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. തിക്കുംകര വട്ടേക്കാട് നാരായണ മേനോൻ സ്മാരക വായനശാലയുടെയും തിക്കുംകര ഓൾഡ് ഏജ് അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായനശാലയിൽ 2025 ഒക്ടോബർ 1 ബുധനാഴ്ച വയോജന ദിനാചരണം സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് KN രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സി ഷെയ്ഖ് അബ്ദുള്ള, TS കുട്ടപ്പൻ മാസ്റ്റർ തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. TS കുട്ടപ്പൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് P ഭാസ്കരൻ, പ്രദീപ് വട്ടേക്കാട് തുടങ്ങിയവർ ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു. പ്രായമേറിയ 15 വയോജനങ്ങളെ ആദരിച്ചു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 19 പേർക്ക് ചികിത്സാ സഹായമായി 1500 രൂപ വീതം ധനസഹായം നൽകുകയുണ്ടായി. മൺമറഞ്ഞുപോയ വയോജന സുഹൃത്തുക്കൾക്ക് PV രാധാകൃഷ്ണൻ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് യോഗം തുടങ്ങിയത്. വയോജനവേദി സെക്രട്ടറി VN ലളിത ടീച്ചർ സ്വാഗതവും ലൈബ്രറിയൻ ശ്രീമതി P ജയലക്ഷ്മി നന്ദിയും പറഞ്ഞു. പിന്നീട് വയോജനങ്ങളുടെ കലാപരിപാടികൾ നടന്നു. സംവാദത്തിന്റെ 50ാം അധ്യായവുമായി മുഖാമുഖം മീറ്റ് യോർ കളക്ടർ മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ സംവാദം നടന്നു. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവർക്ക് കളക്ടറുമായി സംവദിക്കുവാനുള്ള അവസരമൊരുക്കുന്ന മുഖാമുഖം മീറ്റ് യോർ കളക്ടർ പരിപാടിയുടെ 50ാം അധ്യായം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും വരദരപ്പള്ളി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ കുട്ടികളും പങ്കെടുത്തുകൊണ്ട് മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിൽ നടന്നു. കളക്ടറും കുട്ടികളും കൊച്ചു വർത്തമാനങ്ങളും കളിച്ചിരിയുമായി സെപ്റ്റംബർ 27 വൈകിട്ട് മുനിയാട്ടുകുന്ന് ഹിൽ സ്റ്റേഷനിലേക്ക് മല കയറിയെത്തി. മലമുകളിൽ അസ്തമയ സൂര്യന് കീഴിൽ തൃശൂരിന്റെ പ്രകൃതി രമണീയമായ വ്യൂ പോയിന്റിലായിരുന്നു കുട്ടികളുമായുള്ള സംവാദം. GHSS മുപ്ലിയം, GHSS കണ്ണീറ്റുപാടം, സെന്റ് ജോസഫ് സ്കൂൾ വേലുപാടം, CJM HSS സ്കൂൾ വരദരപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നായി 70ഓളം കുട്ടികളും അധ്യാപകരും നാട്ടുകാരും അടങ്ങുന്ന സംഘമാണ് കളക്ടറോടൊപ്പം മല കയറിയത്. തങ്ങളുടെ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടയുന്നത്, തെരുവുനായ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുവിഷയങ്ങളും ചർച്ചയിൽ വന്നു. ജില്ലാ കളക്ടർ എന്ന നിലയിലുള്ള സാധ്യതകളും വെല്ലുവിളികളും ടൈം മാനേജ്മെന്റിനെ കുറിച്ചും കുട്ടികൾ കൗതുകപൂർവ്വം കളക്ടറോട് ചോദിച്ചു. മഴയെ പോലും വകവയ്ക്കാതെ നടന്ന ചോദ്യോത്തരവേളയ്ക്ക് ശേഷം വൈകിട്ട് 6 മണിയോടെ കളക്ടറുമായി സെൽഫി എടുത്തും ചൂട് ചായയും അടയും കഴിച്ചാണ് കുട്ടികൾ മലയിറങ്ങിയത്. മണ്ണുത്തി മേൽപ്പാലത്തിനടിയിൽ നാടോടികൾ തമ്പടിച്ച് ടെന്റ് കെട്ടി താമസം ആരംഭിച്ചിട്ട് ദിവസങ്ങളായി. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചതുപോലെ മദ്യപിച്ച് ലക്കുകെട്ട് പരസ്പരം അടിയും ബഹളവും അതിരുവിടുമ്പോൾ നാട്ടുകാർ പോലീസിനെ വിളിച്ച് ഇവരെ ഈ പ്രദേശത്തു നിന്നും ആട്ടി ഓടിക്കുന്നതും എല്ലാ കൊല്ലവും പതിവാണ്. ഇവർ ടെന്റ് കെട്ടി ഭക്ഷണം പാകം ചെയ്ത് നാട്ടിൻ പ്രദേശങ്ങളിൽ കയറി നടന്ന് കട്ടും ഭിക്ഷയാചിച്ചുമാണ് കഴിയുന്നത്. ഇവരുടെ കൂട്ടത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള പലരും ഉള്ളതിനാൽ നാട്ടുകാർക്ക് ഇവരെ നേരിടുവാൻ ഭയമാണ്. അധികാരികൾ നിത്യവും ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും കണ്ടമട്ടില്ല. മലമൂത്ര വിസർജനം നടത്തി പരിസരമാകെ വൃത്തികേടാക്കിയിട്ടും അധികൃതർ നടപടികളൊന്നും എടുക്കുവാൻ ശ്രമിക്കുന്നില്ല. ഭരണഘടനാ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ ഭരണഘടനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരള സർക്കാർ നിയമവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആസ്പദമാക്കി വാഗ്മി 2025 എന്ന പേരിൽ 3ാം അഖില കേരള ഭരണഘടനാ പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം. മത്സരാർത്ഥികൾ ഒക്ടോബർ 10 രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് നിയമവകുപ്പിന്റെ വെബ്സൈറ്റിൽ സന്ദർശിക്കുക. ഫോൺ 0471251766. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു.
തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണത്തിൽ. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളിയിൽ റിയൽ ഓണം. പിട്ടാപ്പിള്ളി ഏജൻസീസ്. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി. തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. ചെടിച്ചട്ടികൾക്ക് കമ്മീഷൻ വാങ്ങിയ സംസ്ഥാന കളിമൺ പാത്ര നിർമ്മാണ വിപണന വികസന കോർപ്പറേഷൻ ചെയർമാൻ വിജിലൻസിന്റെ പിടിയിൽ. തൃശൂർ വില്ലടം സ്വദേശി കുട്ടമണി കെയ്യനാണ് അറസ്റ്റിലായത്. വളാഞ്ചേരി കൃഷിഭവന് കീഴിൽ വിതരണം ചെയ്യാനായി ഓർഡർ ചെയ്ത 5372 ചെടിച്ചട്ടികളിൽ ഒരു ചെടിച്ചട്ടിക്ക് 3 രൂപ വീതം നിർമ്മാണ യൂണിറ്റ് ഉടമയോട് കമ്മീഷൻ ആവശ്യപ്പെടുകയായിരുന്നു. തൃശൂർ ചിറ്റിശ്ശേരിയിലെ കളിമൺ പാത്ര നിർമ്മാണ യൂണിറ്റ് ഉടമയോടാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഉടമ ഈ വിവരം വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു. കമ്മീഷന്റെ ആദ്യ ഗഡുവായ 10,000 രൂപ തൃശൂർ വടക്കേ സ്റ്റാൻഡിലെ ഇന്ത്യൻ കോഫി ഹൌസിൽ വെച്ച് കൈപ്പറ്റുന്നതിനിടെയാണ് ഇയാൾ വിജിലൻസ് സംഘത്തിന്റെ പിടിയിലായത്. ഇയാളുടെ അറസ്റ്റ് വിജിലൻസ് രേഖപ്പെടുത്തി. നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് പണം നൽകി 40,000 രൂപയ്ക്ക് 81,700 രൂപ തിരികെ നൽകിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി അറസ്റ്റിൽ. ഉയർന്ന പലിശയ്ക്ക് പണം നൽകി ഇരട്ടിയിലധികം തുക ഈടാക്കിയിട്ടും വീണ്ടും പണം ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിന് കേസിലെ പ്രതിയായ നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ ദിലീപ് എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നന്ദിപുലം വല്ലച്ചിറ വീട്ടിൽ സതീർത്ഥൻ മകളുടെ വിവാഹത്തിന് ദിലീപിൽ നിന്നും 40,000 രൂപ വായ്പ നൽകിയിരുന്നു. പല തവണകളിലായി ഗൂഗിൾ പേ വഴിയും നേരിട്ടും പലിശയും മുതലുമായും ആകെ 81,700 രൂപ ദിലീപിനെ തിരികെ നൽകിയിരുന്നു. ഇനി മുതൽ ഇനത്തിൽ 12,300 രൂപ കൂടി ലഭിക്കുവാനുണ്ടെന്ന് പറഞ്ഞ് ദിലീപ് സതീർത്ഥിനെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHO KN മനോജ്, GSI EB വിനോദ്, GSCPOമാരായ കെ സലീഷ് കുമാർ, വി രാകേഷ്, പ്രസീത തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ ശാന്തിക്കാരനായ പ്രതിയെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തൃത്തല്ലൂർ വെസ്റ്റ് മിനി സ്റ്റേഷനടുത്തുള്ള ശ്രീ കൊറ്റായി ചാളിപ്പാട് അന്നപൂർണേശ്വരി തറവാട്ട് ക്ഷേത്രത്തിലെ ദേവവിഗ്രഹങ്ങളിൽ അണിയിച്ചിരുന്ന തിരുവാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ പ്രതിയായ ക്ഷേത്രത്തിലെ ശാന്തിമാരിൽ ഒരാളായ
കുന്നത്തങ്ങാടി ചെങ്ങട്ടിൽ വീട്ടിൽ വിഷ്ണു എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നപൂർണേശ്വരി ദേവിയുടെ തിരുവാഭരണങ്ങളായ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന താലിയോടുകൂടിയ 4 ഗ്രാം തൂക്കം വരുന്ന സ്വർണമാലയും ദുർഗാദേവിയുടെ വിഗ്രഹത്തിലെ 9.57 ഗ്രാം താലിയോടുകൂടിയ സ്വർണമാലയും ഭദ്രകാളി ദേവിയുടെ വിഗ്രഹത്തിലെ 8.15 ഗ്രാം താലിയോടുകൂടിയ സ്വർണമാലയും ഉൾപ്പെടെ മൊത്തം 21.72 ഗ്രാം സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിക്കപ്പെട്ടത്. വിഷ്ണു അന്തിക്കാട്, പാവറട്ടി, വിയൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി മോഷണം, മയക്കുമരുന്ന് കച്ചവടം, ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്യുക എന്നിങ്ങനെയുള്ള 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. 30,000 രൂപ വില വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൂർക്കഞ്ചേരി സ്വദേശിനിയുടെ വീട്ടിൽ നിന്നും 30,000 രൂപ വിലമതിക്കുന്ന കോപ്പർ വയർസ്, സ്റ്റീൽ വിജാഗിരി, സ്റ്റീലിന്റെ ഗ്ലാസ് ഫിറ്റിംഗ് സാധനങ്ങൾ, വാഹനങ്ങളുടെ ബാറ്ററി വയർ തുടങ്ങിയവ മോഷണം ചെയ്ത കേസിലെ പ്രതികളായ പാലക്കാട് ചെമ്മണാംതോട് നഗറിലെ ദേവി, തങ്ക എന്നിവരെയാണ് ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. മോഷണശ്രമവുമായി ബന്ധപ്പെട്ട് ഈസ്റ്റ് പോലീസ് 2 തമിഴ് സ്ത്രീകളെ പിടികൂടുകയായിരുന്നു. വയർ, മറ്റ് ഇരുമ്പ് സാധനങ്ങൾ എന്നിവ മോഷണം ചെയ്യുന്നത് ഇവരാണെന്നും വ്യക്തമായിരുന്നു. സോമിൽ റോഡിലെ ഒരു വീട്ടിൽ നിന്നും 30,000 രൂപയുടെ സാധനങ്ങൾ മോഷണം ചെയ്ത കാര്യം വീട്ടുകാർ പോലീസിനെ അറിയിച്ചത്. വീട്ടുകാർ സ്റ്റേഷനിലേക്ക് പരാതിപ്പെടുവാൻ വരുന്നതിന് മുൻപ് തന്നെ ഈസ്റ്റ് പോലീസ് വീട്ടിലെത്തുകയായിരുന്നു. പിന്നീട് പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ അന്വേഷണം നടത്തിയതിൽ മോഷണം നടത്തിയത് തമിഴ് സ്ത്രീകളായ ദേവിയും തങ്കയുമാണെന്ന് പ്രതികളെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഈ കേസിലെ പ്രതിയായ ദേവി എന്ന പ്രതിക്ക് മണ്ണുത്തി, കോട്ടയം ഈസ്റ്റ് എന്നീ പോലീസ് സ്റ്റേഷനുകളിലും തങ്ക എന്ന പ്രതിക്ക് മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലും സമാനമായ രീതിയിലുള്ള കേസുകളുണ്ടെന്നും വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർ ബിപിൻ P. നായർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീജ മോൾ, സ്മിത, സുഷിത, സിവിൽ പോലീസ് ഓഫീസർ ജോബിന തുടങ്ങിയവരാണ് ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നാടെങ്ങും നവരാത്രി ആഘോഷം, ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജയും ചടങ്ങുകളും. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി, പിന്റു മഹാദേവനെതിരെ കേസെടുത്തു. തൃശൂർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധി സമിതിയുടെ മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പുരസ്കാരം മേജർ PG സ്റ്റൈജുവിന്. PDP ഫലസ്തീൻ ഐക്യദാർഢ്യ ദിന രാത്രങ്ങൾക്ക് ജില്ലാ കമ്മിറ്റി തുടക്കമിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.